ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ ഉത്സവപ്പറമ്പുകളിലൊക്കെ നമ്മളെപ്പോഴും കാണുന്ന നമ്മുടെ ചോളം പുഴുങ്ങിയത് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളിവിടെ ഒരു ചോളം എടുത്ത് അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ നമ്മൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെ 3 എണ്ണമാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പം 3 എണ്ണത്തിൻ്റെയും തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി അതൊരു ഇഡലി ചെമ്പിലേക്ക് മാറ്റി അതിലാണ് നമ്മൾ വേവിക്കാനായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ തൊലി കളഞ്ഞ് വെച്ച 3 ചോളവും നമ്മൾ ഇഡലി ചെമ്പിലിട്ട് മാറ്റി മൂടി വെച്ചൊന്ന് 20 മിനിറ്റോളം ഒന്ന് വേവിക്കാം. ഇനി അതിലേക്ക് പുരട്ടാനായിട്ടുള്ള മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു ചെറുനാരങ്ങ എടുത്ത് അതൊന്ന് വട്ടത്തിൽ മുറിച്ച് അതൊന്ന് മുക്കിയാണ് നമ്മൾ പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചോള ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മളൊരു സ്പൂണ് കൊണ്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 3 ചോളവും ഇവിടെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആ ചെറുനാരങ്ങ വട്ടത്തിൽ മുറിച്ച് ആ മസാലയിലൊന്ന് മുക്കി നമ്മുടെ ആ ഒരു ചോളത്തിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. പതിയെ ആ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഞെക്കിയാണ് നമ്മൾ ആ ഒരു മസാല നമ്മുടെ ചോളത്തിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ചോളം കഴിക്കുമ്പോഴേക്കും ഒരു എരിവും ഉപ്പും ഒരു പുളിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. Thank you for watching. Bye.